ആഴ്ചയിലൊരിക്കലുള്ള നീനൂസിയൻ രാജപ്പനെയും കുളിപ്പീരും അതിനിടയ്ക്കുണ്ടാകുന്ന തമാശകളും ഞങ്ങൾ കുടുംബത്തോടെ നന്നായിട്ട് ആസ്വദിക്കാറുണ്ട്. മക്കളുള്ളപ്പം അവരാണ് മെയിൻ ജോലി ഏറ്റെടുക്കുന്നത്. കുളിപ്പിക്കാനായിട്ട് സാധന സാമഗ്രികൾ അടുപ്പിക്കുന്നത് കണ്ടത് രാജപ്പൻ മെല്ലെ സ്കൂട്ടായി താഴെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി ഒളിച്ചിരുന്നു. നീനൂസി ഉണ്ടോ സമ്മതിക്കുന്നു, പോയി പിടിച്ചോണ്ട് വന്നു. അങ്ങനെ ഞാൻ പെട്ടടാ എന്ന് പറഞ്ഞ് വന്ന് കുളിക്കാൻ നിൽക്കുന്ന രാജപ്പനാണ് ഈ കാണുന്നത്. വാവച്ചി കുളിപ്പിക്കലൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ്. അതുകൊണ്ട് രണ്ടു പേർക്കും ഇഷ്ടമാണ് വാവച്ചേച്ചി കുളിപ്പിക്കുന്നത്, ചേട്ടനെ. ഞങ്ങൾ മൂന്നുപേരും രാജപ്പൻ്റെ താടി കഴുകിയത് സാബുജിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ കഴുകുക. നീനൂസിക്കാണെങ്കിൽ കുളിക്കാൻ നല്ല ഇഷ്ടമാണ്. രാജപ്പൻ്റെ കോളറൊക്കെ ഊരി ചുറ്റുമുണ്ടായിരുന്ന ജടയൊക്കെ വെട്ടിക്കളഞ്ഞ് സുന്ദരനാക്കി കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. രാജപ്പനെ കുളിപ്പീരൊക്കെ നിർത്തി എന്നെ വേഗം കുളിപ്പിക്കൂ എന്ന് പറഞ്ഞാ നീനൂസി ഇരിക്കുന്നത്. ഇനി അടുത്തത് നീനൂസിയുടെ ഊഴം. നീനുപെണ്ണിനെ കുളിപ്പിക്കൽ ഇച്ചിരി പണിയാണ് കേട്ടോ. 2-3 പേര് വേണം തേക്കാനും കുളിപ്പിക്കാനും ഒക്കെ ആയിട്ട്. അവള് നന്നായിട്ട് അത് എൻജോയ് ചെയ്യുന്നുമുണ്ട്. നീനൂസിക്കും രാജപ്പനും ഇഷ്ടപ്പെട്ട സ്മെല്ലുള്ള ഡോഗ് ഷാമ്പു ആണ് ഇവരെ കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഓരോ കാലും കൈയും ഒക്കെ പൊക്കി വെച്ച് കാണിച്ചു തരും നീനൂസി കുളിക്കാൻ വേണ്ടി. കുളിപ്പീരൊക്കെ കഴിഞ്ഞ് ഷെയ്ക്ക് ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ അവൾ മേത്തെ വെള്ളമൊക്കെ കുടഞ്ഞു കളഞ്ഞ് തോർത്താൻ റെഡിയായിട്ട് നിൽക്കും. ഈ തോർത്തലാണ് നീനൂസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം കുളിയുടെ. നമ്മളുടെ ചന്തുക്കുട്ടന് നല്ല സുഖമില്ല കേട്ടോ, അതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു വിഷമത്തിലാണ്. നീനൂസിക്ക് ചേട്ടയോടൊരു പ്രത്യേക സ്നേഹമാണ്. ചേട്ട മോളെന്നാണ് പറയുന്നത് അവളെ. അതുകൊണ്ട് ചേട്ട തോർത്താൻ വേണ്ടി വന്ന് നിൽക്കുക. ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലെ കൊച്ച് ബൈക്ക് ഓടിക്കുന്നതിൻ്റെ കൂടെ ഓടിക്കളിക്കുവാണ് നീനൂസി. കുളിച്ച് സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നറിയാവോ? ഞങ്ങൾക്ക് 2 പേർക്കും വാക്സിനേഷൻ ഉണ്ട്. കൂടെ നമ്മുടെ ചന്തുക്കുട്ടനെയും കാണിക്കാനുണ്ട്. ചന്തുക്കുട്ടനാണേൽ ഞങ്ങൾക്കറിയില്ല മൊയലും കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ അടുക്കുമെന്ന്. അതുപോലെ സ്നേഹമാണ് അവന്. ചന്തുക്കുട്ടൻ്റെ പല്ല് ഇറങ്ങിയിട്ട് ആപ്സസ് വന്നത് സർജറി ചെയ്യണമെന്നാണ് വെറ്റു പറയുന്നത്. പെട്ടെന്ന് മാറുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഏത് മൃഗത്തെ വളർത്തിയാലും അവരെ വൃത്തിയായി സംരക്ഷിക്കുക, അവരുടെ ആരോഗ്യം പരിപാലിക്കുക എന്നുള്ളത് ഓണേഴ്സിൻ്റെ കടമയാണ്. പക്ഷേ സർജറി ചെയ്താലും എത്രത്തോളം ഫലവത്താകും എന്നറിയാത്തത് കൊണ്ട് ആകെ ഒരു വിഷമത്തിലാണ് ഞങ്ങളെല്ലാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം.